റഷ്യയെ നടുക്കി വീണ്ടും ഭീകരാക്രമണം. സിനഗോഗുകൾക്കും പള്ളികൾക്കും പോലീസ് പോസ്റ്റിനും നേർക്കാണ് അജ്ഞാതരായ ഒരു കൂട്ടം ആക്രമികൾ വെടിവയ്പ് നടത്തിയത്. വെടിവയ്പിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് വിവരം. ഞായറാഴ്ച റഷ്യയിലെ ഡാഗസ്റ്റനിലെ നോർത്ത് കോക്കസ് മേഖലയിലാണ് സംഭവം. ഡാഗസ്റ്റനിലെ ഏറ്റവും വലിയ നഗരമായ മാഗഷ്കാലയിലും തീരനഗരമായ ഡെർബന്റിലും ആക്രമണമുണ്ടായി. ഭീകരാക്രമണമാണ് ഉണ്ടായതെന്ന് അധികൃതർ അറിയിച്ചു. മാഗഷ്കാലയിൽ ആക്രമണം നടത്തിയവരിൽ 4 പേരെയും ഡെർബന്റിൽ 2 പേരെയും പോലീസ് വധിച്ചു. പോലീസുകാരെ കൂടാതെ ഓർത്തഡോക്സ് സഭയുടെ പുരോഹിതനും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. മുൻപും ഭീകരാക്രമണങ്ങൾ നടന്ന മേഖലയാണിത്. ആയുധധാരികൾ പള്ളിയിലെത്തിയവരുടെ നേർക്ക് വെടിവെക്കുകയായിരുന്നു. വെടിവയ്പിനെ തുടർന്ന് പള്ളിയിൽ വലിയ തീപിടുത്തമുണ്ടായി. ആക്രമണത്തിന് പിന്നിലുള്ളവരെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ആക്രമികളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ഡെർബന്റിന്റെ ഗവർണർ മെലിക്കോവ് പറഞ്ഞു. ആരാണിതിന് പിന്നിലെന്നറിയാം. അവരുടെ ലക്ഷ്യവും വ്യക്തം. റഷ്യ യുക്രൈൻ യുദ്ധത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് ഗവർണർ പറഞ്ഞു. യുദ്ധം ഞങ്ങളുടെ വീട്ടുപടിക്കലും എത്തിയിരിക്കുന്നു. ഞങ്ങൾ അതിനെ നേരിടും. ആക്രമണത്തിന്റെ സൂത്രധാരികളെയും ആക്രമികളെയും തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണെന്നും ഗവർണർ വ്യക്തമാക്കി. ജൂൺ 24 മുതൽ 26 വരെ ഡാഗസ്റ്റനിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ആഘോഷ പരിപാടികളും ദുഃഖാചരണത്തിന്റെ ഭാഗമായി റദ്ദാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി റഷ്യയുടെ ഇൻവെസ്റ്റിഗേറ്റീവ് കമ്മിറ്റി അറിയിച്ചു. 3 മാസം മുമ്പ് മോസ്കോയിലെ കൺസേർട്ട് ഹാളിൽ ഉണ്ടായ ആക്രമണത്തിന് സമാനമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. മോസ്കോ ഭീകരാക്രമണത്തിൽ 145 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഏറ്റെടുത്തിരുന്നു. തീവ്രവാദികളുടെ ലക്ഷ്യമാക്കി മാറ്റാൻ റഷ്യ അനുവദിക്കില്ലെന്ന് ആക്രമണത്തിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു. പിന്നീട് മോസ്കോയിലെ സിനഗോഗ് ആക്രമിക്കാനുള്ള ISന്റെ പദ്ധതി തകർത്തതായി റഷ്യയുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ FSB വ്യക്തമാക്കിയിരുന്നു. മോസ്കോ ആക്രമണത്തിന് വെറും മാസങ്ങൾക്കിപ്പുറം വീണ്ടും ആക്രമണം ഉണ്ടായതിന്റെ ഞെട്ടലിലാണ് റഷ്യ.